സ്നേഹിപ്പേ എത്ര ദിവസമായി RDRന്റെ വീഡിയോ ഇട്ടെന്ന് അറിയാൻ എനിക്ക് എത്ര ദിവസമായി ഊഹിക്കടാ. ഒരു വർഷം. നമ്മ 2024 ഇട്ടത്. ഓ ഏതാ ബുദ്ധി സാഹിബേ, തലവളി കാണിക്കല്ലേ നീ. ഓ ഏതാ മോനെ ലുക്കൊക്കെ, കയ്യിലിരിക്കുന്ന തോക്കൊക്കെ കണ്ടോടാ സ്നൈപ്പേ. റിച്ച് കണ്ടാ, പുതിയ ജാക്കറ്റ്, പുതിയ പാന്റ്, പുതിയ ഷൂ, മുടിയും താടിയും മാത്രം സെയിം. ഗണ്ണ് കണ്ടടാ നീ, ഗണ്ണ് കണ്ടിട്ടുണ്ടോടാ? ഗണ്ണ് നീ ഗണ്ണ് കണ്ടിട്ടുണ്ടോടാ? ഗണ്ണ് പിസ്റ്റൽ അല്ല, ഡബിൾ ബാരൽ ഗണ്ണ് കണ്ടാ. സ്നൈപ്പേ ആനയെ കൊല്ലുന്ന ഒരു ഇത് വാങ്ങിച്ചില്ലായിരുന്നു നമ്മള്, ആനയെ വെടിവെച്ചിടാൻ പറ്റുന്ന ഡബിൾ ബാരല്. അത് വെച്ച് ഒരുത്തന്റെ തലയാൻ വെടിവെച്ചു, അവന്റെ തല പിളർന്നു പോയി. പിന്നെ അതല്ലേ ഞാൻ പറഞ്ഞ അന്ന്, അതിന് ഭയങ്കര പവർ. കണ്ട പോലീസ് എന്റെ പുറയിലാണുള്ള പുല്ല്. ആരാടാ ആറാ വെടി വെക്കുന്ന തന്നെ? അയ്യോ അയ്യോ, ഓടാ. വൺ ഷോട്ടേ ഉള്ള നീ, വൺ ഷോട്ട്. ഞാകെ 4 പേരുണ്ടോ അവന്മാരുടെ അടുത്തങ്ങ് ഈ രാജ്യം തന്നെ കീഴടക്കാ. എന്താ മനസ്സിലല്ല, പോലീസ് സ്റ്റൈല് നല്ല ഡബിൾ ബാരലാണ് കേട്ടോ. കൊള്ളാം. ഇതാരാ ബ്രോ, വീട്ടിൽ പോക്കൂടെ? ആ എന്ത്? ആ പറ. കമ്മട്ടിപ്പടത്തിലെ വിനായകനെ പോലെ ബ്രോ, ഇവിടെ കിടന്നുറങ്ങാൻ പറ്റത്തില്ല. എണ്ണീക്ക് വല്ലാൻ പറ്റിയ ബ്രോ. ഇടിച്ചോ എടാ, ബ്ലോക്ക് ചെയ്ത് എടാ എടാ. നിന്നോ ഞാൻ എന്തെങ്കിലും ചെയ്തോ? ഇവനെ ഞാൻ വല്ലതും ചെയ്തോ? വെറുതെ ഇടിക്കുന്ന എന്തിനോടോ? ഇടിക്കുന്ന എന്തിനു വെറുതെ? എന്നാ പിടി. ചുമ്മാ വെറുതെ ഇരിക്കുന്നവനെ. സംഭവം ശരിയാ, 2 തട്ട് കെട്ടി എന്നും പറഞ്ഞ് പേത്തോണ്ട ആവശ്യം ഉണ്ടോടാ എനിക്ക്? ഓ എന്റെ മുഖം അടിച്ച് അവൻ ചമ്മന്തി പരിവാക്കി പോന്നി. നാദിപ്പോ ജയിലിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. അവിടെ കിടക്കടാ. ഇവനെ കൊന്നു കളഞ്ഞാലോ? അല്ലേ വേണ്ട, പാവം ജീവിക്കാനല്ലേ. ഷോ ഏത്തൊക്കെ രക്തക്കറയായി. ചോര. കർഷകനല്ലേ മാഡം, ഒന്ന് കള പറിക്കാൻ ഇറങ്ങിയതാ. എന്ത് ഇടിക്കാൻ മുട്ടിക്കുന്നേ? വാടാ അടിയടാ, വാടാ. കാണുന്നവന്മാർക്ക് എന്നെ ഇടിക്കാൻ തോന്നുന്നു പറഞ്ഞ് ഞാൻ നിന്ന് തരുമെന്ന് വിചാരിച്ചോ നീയൊക്കെ? സ്നേഹിപ്പ നമുക്കിനി പണിയെടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഈ സിറ്റിയിലെ കോടീശ്വരന്മാരെ ഇപ്പൊ മനസ്സിലായ. അപ്പൊ നമുക്കിനി എന്താ വേണ്ടത്? പണം കിട്ടി. എത്ര കയ്യിൽ എത്രയുണ്ട്? എന്റെ $7,000 ഉണ്ട്. $7,000. ഒരു കുതിര എന്ന് പറയണത് $5,000. ഇപ്പോഴും നമ്മൾ പണക്കാരല്ല. എങ്കിലും നമ്മൾ നേരത്തെ $10-20 കയ്യിൽ വെച്ചിരുന്നവന്റെ കയ്യിലാണ് $7,000 വന്ന് വീണത്. അപ്പൊ ഉള്ളതിൽ ഭേദമല്ലേ? അപ്പൊ നീ പറയുന്നത് ഇനിയും കോടീശ്വരന്മാരാവണോന്നാണ്. നമ്മളെല്ലാ ദിവസവും പൈസ ഉണ്ടാക്കും. ഈ പ്രാവശ്യം നമുക്ക് പണ്ടത്തെ പോലെ, പണ്ട് മറ്റേ വൂൾഫ്മാനെ പിടിച്ചില്ലേ, ബൗണ്ടി ഹണ്ടിങ് ആണ്. അതെ, നമ്മൾ അതിനുശേഷം ഒരു ബൗണ്ടി ഹണ്ടിങ്ങിന് പോലും പോയിട്ടില്ല. അപ്പൊ പിന്നെ ഒരു ബൗണ്ടി ഹണ്ടിങ്ങിന് അങ്ങ് വിട്ടാലോ? ബൗണ്ടി ഹണ്ടിങ് ചെയ്യാം. നീ അവിടെ ആ കണ്ടു അപ്പച്ചാ, അപ്പച്ചാ എടാ, നീ റിച്ച് ആയെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് എന്തോ കോലടാ? ഇതൊരുമാതിരി കിളവനായി കേട്ടോ. നീ അങ്ങ് മുഖത്തൊരു വരയും എന്ത് മീൻ പിടിക്കാൻ പോന്നയാള് ഇതൊക്കെ ആയിട്ട് ചൂണ്ടയൊക്കെ പിടിച്ചോണ്ട്. ഇത് സെയിന്റ് ഡെന്നീസാ. ഇവിടെ ഞാൻ പറയുമ്പോ പകൽ, ഞാൻ പറയുമ്പോ രാത്രി. അല്ല സോറി, നീ ഒന്ന് പകലാക്കിയേ കാണട്ടെ. എടാ നീ എന്നെ നോക്കണം, ഞാൻ എന്ത് സ്റ്റൈലാടാ. എക്സ്മാനില് വൂൾവറൻ ലുക്കിലടാ ഞാൻ. എന്റെ ആ ഡ്രസ്സിങ് ഉണ്ടല്ലേ, ഡ്രസ്സിങ് സെൻസ് ഉണ്ടല്ലേ. എടാ കയ്യിൽ കുറച്ച് പൈസ വന്നിട്ട് കാര്യമില്ല, അത് ഉപയോഗിക്കാനൂടെ അറിയണം. മനസ്സിലായാന്ന് നിനക്ക്? എടാ പിന്നെ പരിപാടി എന്താന്ന് വെച്ചാ എന്താ? ഉണ്ടാക്കല്ലേ നീ അങ്ങ്. വൂൾഫ്മാനൊക്കെ മറ്റേ വൂൾഫിനെ കൊണ്ട് ഊളയിട്ടിട്ട് വലിയ ഇവന്മാര് പിന്നെ എന്ത് ചെയ്യുന്ന? ഇവന്മാരങ്ങനെയല്ല. അപ്പൊ നീ പറഞ്ഞു വരുന്ന വൂൾഫ്മാനേക്കാൾ വലിയ ആൾക്കാരെന്നാണോ? അത് പറ. എടാ സ്നേഹിപ്പ, നിനക്ക് ഓർമ്മയുണ്ടോന്ന് അറിയത്തില്ല, നമ്മള് വൂൾഫ്മാനെ പിടിക്കാൻ പോയത് വെറും 5 ഉണ്ടയും 1 കയറും 2 കത്തിയും വെച്ചിട്ടാ. ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ അങ്ങനല്ല. അവൻ വൂൾഫിനെ കൊണ്ടാ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത്. നേരെ ഇവന്മാരങ്ങനെയല്ല. ഇവന്മാരെങ്ങനെ പിന്നെ? അവന്മാര് പണ്ണു. എന്താ നിന്നെ പണിയാ അവന്മാര്? എന്നെ പണ്ണാനുള്ള ധൈര്യമൊന്നും അവന്മാർക്കായിട്ടില്ല.
സ്നൈപ്പേ പണ്ടത്തെ പോലൊന്നും അല്ല ഇപ്പൊ. ദേ റിവോൾവറിന് റിവോൾവർ, ഉണ്ടയ്ക്ക് ഉണ്ട, ഷോർട്ട് ഗണ്ണിന് ഷോർട്ട് ഗണ്ണ്, പൈസക്ക് പൈസ, എന്തോ വേണം അങ്ങോട്ട് ചെന്ന് അങ്ങോട്ട് മലത്തി കൊടുക്കുക എല്ലാത്തിനും. മനസ്സിലായോ? ഇതും പറഞ്ഞ് ചെന്നാ മതി, അവരെ അടിച്ച് വെച്ച് തരും. സ്നൈപ്പേ ഒരു കയറും പിടിച്ചോണ്ടാണ് നമ്മൾ വുൾഫ്മാനെ പിടിക്കാൻ പോയത്. അത് നീ മറക്കരുത്, ആ കാലം നീ മറക്കരുത് സ്നൈപ്പ്. ആ ഇങ്ങനെ വലിയതാണെന്ന് പറഞ്ഞപ്പോഴേ നീ അന്ന് പുലീനെ നീ കൊല്ലാന്ന് പറഞ്ഞ് കത്തിച്ച്. അല്ല പുലിയല്ലല്ലോ, കരടിയല്ലേ? അല്ല കരടിയല്ലായിരുന്നു കട്ടു. അത് ഞാൻ പറഞ്ഞത്, നീ അതിന്റെ ഇടയിൽ പറഞ്ഞ് ഞാൻ പുലീനെ കൊല്ല. അതെ പറഞ്ഞു, ശരിയാണ്, ഞാൻ പുലിനെ കൊല്ലാന്ന് പറഞ്ഞു. അതിന് പുലിനെ നീ കാണിച്ചാ, നീ കാണിച്ചു തരുവാണെങ്കിൽ ഫ്രണ്ട് ചെന്ന് ഞാൻ കൊന്നു കാണിച്ചു തരും. കത്തി കൂളും. ഓ കത്തിക്ക് കൂടും. അയ്യോ മുതല എടാ, അയ്യോ ഇവിടെ ഫുള്ള് മുതല. ഞാൻ പെട്രാ ഒരു മുതലയുടെ കൂട്ടത്തിന്റെ അടുത്തെത്തി. ഇവിടെ 3 മുതല. സ്നൈപ്പേ കള്ളം പറയുമ്പോ ഞാൻ വിശ്വസിക്കും. ഇവിടെ 3 മുതല ഒരുമിച്ച് കിടക്കുന്നു. എവിടെ? എന്റെ അടുത്ത് 3 മുതല. ഈ കുതിര അനങ്ങുന്നില്ല കേട്ടോ. കുതിര പേടിച്ച് എന്റെ കുതിര പോകുന്നില്ല. നീ എവിടെയാണ് സത്യത്തില്? നൈസായിട്ട് കുതിര തന്നെ അവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ട്. ഞാൻ 3 മുതലയുടെ നടുവിലാണ്. എങ്ങോട്ട് പോയാലും കടി കിട്ടും. പയ്യെ ഇത് ഒഴിവാ. വലിയ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ എന്നെ കടിക്കും. ഒന്നും അറിയത്തില്ല. കുതിരന്റെ കൂടെയൊക്കെയാണ് കേറി പോണ. എന്റെ പ്രേതം കൊണ്ടുപോയി. പ്രേതവും പറയും. എടാ സത്യമായിട്ട് എന്റെ പ്രേതം കൊണ്ടുപോയി. പ്രേതോ? എന്തോ മാലാക്കല്ലേ പ്രേത. എന്നിങ്ങോട്ട് നീ സ്ക്രീൻ ഷെയർ ചെയ്തേക്കാണോ? ഇതെന്തുവാ? അതിന് നമ്മുടെ പിയാനോ വഹിക്കുന്നു. സ്നൈപ്പേ ഞാൻ നിന്നെ രക്ഷിക്കാം. ഇതെവിടെ സ്ഥലം? അയ്യോ ഇതേതാ സ്ഥലം? ഇതേതോ ഷിപ്പിലെങ്ങാണ്ടാണ് ചേർക്കാ നീ. എന്നെ ഏതോ ഷിപ്പിൽ കൊണ്ടുവന്ന് കളിച്ച്. അതൊന്നും നിനക്കിന് തിരിച്ചു വരാനൊന്നും പറ്റത്തില്ല. ഇറക്ക ബോട്ട് വേണം. ബോട്ടില്ലാതെ വരാനൊന്നും പറ്റത്തില്ല. ഇല്ല ഞാൻ മുമ്പ് ആരൊക്കെ ഈ ചത്തുപോയവര്? 150 വർഷങ്ങൾക്ക് മുമ്പാ നാഗവല്ലി എന്നായിരുന്നു ആ തമിഴത്തിയുടെ പേര്. കാർന്നോര് എങ്ങനെയോ ഈ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞു. അന്ന് അർദ്ധരാത്രി നാഗവല്ലിയെ കാർന്നോര് നമ്മുടെ തെക്കിനിലിട്ട് വെട്ടിക്കൊന്നു.